പശു എന്ന ഒരേ ജീവിവർഗം തന്നെ തികച്ചും വ്യത്യസ്തമായ 2 തരം പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൽ ഒരു പ്രോട്ടീൻ ഔഷധമായി പ്രവർത്തിക്കുമ്പോൾ മറ്റൊന്ന് ശരീരത്തിനുള്ളിൽ വീക്കം, ദഹനക്കേട്, ബ്ലോട്ടിംഗ് എന്നിവയ്ക്കും ദീർഘകാല രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇതിന് കാരണം പാലിലെ ജനിതകമാറ്റം സംഭവിച്ച ഒരു പ്രോട്ടീൻ. നമ്മൾ എന്നും കാണുന്ന വളരെ നിരുപദ്രവകാരിയായ ഒരു സാധാരണ പശുവിന്റെ പാലിന് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ പശുക്കളെ കുറിച്ച് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കണം. ഭൂപ്രകൃതിക്കനുസരിച്ചും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചും നമ്മുടെ ഭൂമിയിൽ 2 തരം പശുക്കളുണ്ടായി. ഒന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ ഉഷ്ണമേഖലാ ഭൂപ്രകൃതിക്ക് പൂർണ്ണമായും അനുയോജ്യമായ നമ്മുടെ ദേശീയ പശുക്കൾ. ഗിർ, കാങ്കയം, സഹിവാൾ, വേച്ചൂർ തുടങ്ങിയ ഈ നാടൻ പശുക്കളുടെ 55ഓളം വ്യത്യസ്ത ഇനങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. പുറത്ത് വലിയ മുഴ, തൂങ്ങിക്കിടക്കുന്ന ഡ്യൂ ലാപ്പ്, വലിയ ചെവികൾ, ശാന്തമായ കണ്ണുകൾ എന്നിവയെല്ലാം ഇൻഡിജിനസ് കൗ എന്നറിയപ്പെടുന്ന ഈ പശുക്കളുടെ പ്രത്യേകതയാണ്. ചൂട്, വരണ്ട കാലാവസ്ഥ, രോഗങ്ങൾ എന്നിവയോടെല്ലാം പോരാടി നമ്മുടെ മണ്ണിനോട് ചേർന്ന് നിന്നവയാണ് ഈ പശുക്കൾ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്ന് ലഭിച്ച മുദ്രകളിൽ വരെ ഈ മുഴയുള്ള പശുക്കളെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന് തണുപ്പും മിതമായ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിദേശ പശുക്കൾ. ഇവയുടെ പ്രത്യേകത തടിപ്പില്ലാത്ത ശരീരം, ഉയരം കൂടുതൽ, നേരെയുള്ള കൊമ്പുകൾ. ഇവയ്ക്ക് പുറത്ത് നാടൻ പശുക്കളുടെ പുറത്ത് കാണുന്നത് പോലുള്ള ഹമ്പ് കാണില്ല. പാലുൽപാദനം കൂടുതലുള്ളതും എന്നാൽ ചൂടിനോട് അനുരൂപമല്ലാത്തവയുമാണ് ഈ പശുക്കൾ. ഇന്ന് നാം കാണുന്ന ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ, അതായത് HF, പിന്നെ ജേഴ്സി പശുക്കളൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നാടൻ പശുക്കളുടെ പുറത്തുള്ള ആ വലിയ മുഴയെ ഒരുപാട് കാലം ആളുകൾ കരുതിയിരുന്നത് വെറുതെ കൊഴുപ്പ് ശേഖരിച്ചു വെക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണെന്നാണ്. എന്നാൽ അത് ഭാരതത്തിലെ കടുത്ത ചൂടിനെയും ഉഷ്ണകാലത്തെയും അതിജീവിക്കാൻ സഹായിക്കുന്ന ഒരു അവയവമാണ്. പരമ്പരാഗത വിജ്ഞാനത്തിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലും സൂര്യകേതു നാഡി എന്ന് വിളിക്കുന്ന ഈ ഭാഗത്തിന് സൂര്യപ്രകാശത്തെ വരച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മുഴയ്ക്ക് കടുത്ത അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യാനും ആ സൗരോർജ്ജം ഉപയോഗിച്ച് വൈറ്റമിൻ ഡി നിർമ്മിക്കാനുമുള്ള സവിശേഷമായ ഒരു കഴിവുണ്ട്. കൂടാതെ പശു പൂർണ്ണമായും വെയിലത്ത് മേയുമ്പോൾ ഉണ്ടാകുന്ന ഈ ജൈവോർജ്ജം പശുവിന്റെ ശരീരത്തിലുള്ള ചില എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പാലിലെ A2 പ്രോട്ടീനിന്റെ ഘടനയെ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ നാടൻ പശുക്കളുടെ ചർമ്മത്തിൽ കരോട്ടിനോയിഡുകളും മെലാലിനും സമൃദ്ധമായി കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തിലെ ചില പ്രത്യേക തരംഗദൈർഘ്യങ്ങൾ ഈ ചർമ്മത്തിൽ പതിക്കുമ്പോൾ കരോട്ടിനോയിഡുകൾ സജീവമാകുകയും സൂര്യപ്രകാശത്തെ ഒരു ജൈവ സിഗ്നലാക്കി മാറ്റി ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ജൈവോർജ്ജമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി പ്രകൃതി നൽകിയ ആ എഞ്ചിനീയറിംഗ് അവിടെയും അവസാനിക്കുന്നില്ല. ഇവയുടെ കഴുത്തിന് താഴെ തൂങ്ങിക്കിടക്കുന്ന ഗളകമ്പളം അഥവാ ഡ്യൂലാപ്പ് എന്ന് പറയുന്ന ചർമ്മം ഒരു ഇവാപ്പറേറ്റീവ് കൂളിംഗ് മെക്കാനിസമാണ്. വേനൽക്കാലത്ത് നമ്മൾ മൺകുടത്തിൽ വെള്ളം വെക്കാറുണ്ട്. കുടത്തിന് പുറത്തേക്ക് ഊർന്നിറങ്ങുന്ന വെള്ളം കാറ്റേറ്റ് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ കുടത്തിനുള്ളിലെ വെള്ളം തണുക്കുന്നു. കൃത്യമായി അതേ ശാസ്ത്രമാണ് ഇവിടെയും. ഈ പശുക്കളുടെ കഴുത്തിന് താഴെയുള്ള ഗളകമ്പളത്തിൽ രക്തക്കുഴലുകൾ വളരെ അടുത്തടുത്ത് ക്രമീകരിച്ചിരിക്കുന്നു. ഇതുവഴി കൊടും ചൂടിൽ വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ ശരീരത്തിന്റെ താപനില കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നു. യൂറോപ്യൻ പശുക്കൾക്ക് ഇത്തരം ഒരു സംവിധാനം ആവശ്യമില്ല. അവിടെ തണുപ്പായതുകൊണ്ട് അവർക്ക് കൂളിംഗ് വേണ്ടതില്ലല്ലോ. മാത്രമല്ല ഈ നാടൻ പശുക്കളുടെ നട്ടെല്ല് ഹോൾസ്റ്റൈൻ പശുക്കളെ പോലെ നേരെയല്ല, മറിച്ച് അതിനൊരു പ്രത്യേക വളവുണ്ട്. ഇത് ശരീരത്തിന്റെ ഭാരം തുല്യമായി വിതരണം ചെയ്യാനും പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ പോലും കിലോമീറ്ററുകളോളം ക്ഷീണമില്ലാതെ നടന്ന് മേയാനും അവയെ സഹായിക്കുന്നു. കടുത്ത അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാൻ അവയ്ക്കുള്ള നീളമുള്ള കൺപീലികളും ഇരപിടിയന്മാരെ എളുപ്പം തിരിച്ചറിയാൻ 300 ഡിഗ്രി കാഴ്ചയുള്ള ശാന്തമായ കണ്ണുകളുമെല്ലാം അവയുടെ അതിജീവനത്തിന്റെ ഭാഗമാണ്. ഇനി പശുക്കളുടെ ഈ ശാരീരിക ഘടനയിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് അവയുടെ ഉള്ളിലെ പാലിനെ, അതായത് അതിന്റെ തന്മാത്രാ ഘടനയെ മാറ്റുന്നത് എന്ന് നോക്കാം. പാലിൽ കൊഴുപ്പിനെ കൂടാതെ മറ്റു 2 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന് ലാക്ടോസ്, മറ്റൊന്ന് കെയ്സീൻ. പാലിന്റെ ഉള്ളിലുള്ള സ്വാഭാവിക പഞ്ചസാരയാണ് ലാക്ടോസ്. പാലിന് ചെറിയൊരു മധുരം നൽകുന്നത് ഇതാണ്. ചില മനുഷ്യരുടെ ശരീരത്തിൽ ഈ പഞ്ചസാരയെ ദഹിപ്പിക്കാനുള്ള ലാക്ടേസ് എന്ന എൻസൈം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാകൂ. അതുവഴി ശരീരത്തിന് ലാക്ടോസിനെ ദഹിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് വിളിക്കുന്നത്. പാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീനാണ് കേസീൻ എന്ന് പറയുന്നത്. പാലിലെ ആകെ പ്രോട്ടീനിന്റെ 80% കേസീനാണ്. ഈ കേസീൻ എന്ന പ്രോട്ടീനിലാണ് പാലിന്റെ മുഴുവൻ ട്വിസ്റ്റും ഒളിഞ്ഞിരിക്കുന്നത്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡുകൾ കോർത്തുണ്ടാക്കിയ ഒരു വലിയ മാല പോലെയാണ്. നമ്മുടെ ശരീരം ഇതിനെ നേരിട്ടെടുക്കില്ല. നമ്മുടെ ഉള്ളിലുള്ള ചില എൻസൈമുകൾ ഈ വലിയ മാലയെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കും. ഈ ചെറിയ കഷ്ണങ്ങളെയാണ് പെപ്റ്റൈഡുകൾ എന്ന് വിളിക്കുന്നത്.
ഇനി കേസീനിലുള്ള ബീറ്റ കേസീൻ പ്രോട്ടീൻ പ്രധാനമായും 2 തരത്തിലുണ്ട്. A2 ബീറ്റ കേസീൻ, A1 ബീറ്റ കേസീൻ. നാടൻ പശുക്കളിലെ പ്രകൃതിദത്തമായ ഒറിജിനൽ പ്രോട്ടീൻ കോഡാണ് A2 ബീറ്റ കേസീൻ. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ പരിചിതമായതാണ്. ജനിതക മാറ്റങ്ങളിലൂടെ രൂപപ്പെട്ട പുതിയ പ്രോട്ടീൻ കോഡാണ് A1 ബീറ്റ കേസീൻ, നമ്മുടെ ശരീരത്തിന് അപരിചിതമായത്. പാലിന്റെ ഘടന എടുത്താൽ അതിലെ പ്രോട്ടീനിന്റെ ഏകദേശം 30% ഈ ബീറ്റ കേസീൻ പ്രോട്ടീനാണ്. 29 അമിനോ ആസിഡുകൾ പരസ്പരം ബന്ധിപ്പിച്ചാണ് ബീറ്റ കേസീൻ രൂപപ്പെട്ടിരിക്കുന്നത്. 29 മുത്തുകൾ കോർത്ത ഒരു നീളൻ മാല സങ്കല്പിക്കുക. ഈ മാലയിലെ 67ാമത്തെ മുത്തിന്റെ, അതായത് 67ാമത്തെ അമിനോ ആസിഡിന്റെ സ്ഥാനത്താണ് ആ വലിയ വ്യത്യാസം ഇരിക്കുന്നത്. നമ്മുടെ നാടൻ പശുക്കൾ തരുന്ന A2 പാലിൽ ഈ 67ാമത്തെ സ്ഥാനത്ത് പ്രോലിൻ എന്ന അമിനോ ആസിഡാണ് ഉള്ളത്. ഇതൊരു വളരെ ശക്തമായ കണ്ണിയാണ്. ഈ പാൽ നമ്മുടെ വയറ്റിലെത്തി ദഹനം നടക്കുമ്പോൾ ഈ കണ്ണി പൊട്ടുന്നില്ല. അതുകൊണ്ട് ദഹനം വളരെ സുഗമമായി പൂർണ്ണമായി നടക്കുന്നു. എന്നാൽ യൂറോപ്യൻ പശുക്കൾ തരുന്ന A1 പാലിന്റെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. 10,000 വർഷം മുമ്പ് അവയിലുണ്ടായ ഒരു ജനിതക വ്യതിയാനം കാരണം ഈ 67ാം സ്ഥാനത്ത് പ്രോലിന് പകരം ഹിസ്റ്റഡൈൻ എന്നൊരു അമിനോ ആസിഡാണ് വന്നു ചേർന്നത്. ഇതൊരു വളരെ ദുർബലമായ കണ്ണിയാണ്. ഒറ്റ നോട്ടത്തിൽ അതൊരു ചെറിയ കാര്യമായി തോന്നാം. പക്ഷെ ജീവശാസ്ത്രത്തിൽ ഒരു പ്രോട്ടീൻ മാലയിലെ ഒരു കണ്ണി മാറിയാൽ ആ പ്രോട്ടീനിന്റെ സ്വഭാവം തന്നെ പൂർണ്ണമായും മാറും. നമ്മൾ ഈ A1 പാൽ കുടിക്കുമ്പോൾ വയറ്റിലെ ദഹനരസങ്ങൾ ഈ പ്രോട്ടീൻ മാലയെ മുറിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഈ 67ാം സ്ഥാനത്തെ ഹിസ്റ്റഡൈൻ എന്ന കണ്ണി പൊട്ടുകയും അവിടെ നിന്ന് ഒരു ചെറിയ കഷ്ണം പ്രോട്ടീൻ വേർപെട്ടു പോരുകയും ചെയ്യുന്നു. ഇതിനെ BCM7 അഥവാ ബീറ്റ കാസോമോർഫിൻ 7 എന്ന് വിളിക്കുന്നു. ദഹനത്തിനിടെ A1 പ്രോട്ടീനിൽ നിന്ന് പുറത്തുവരുന്ന ഈ പെപ്റ്റൈഡിനെ ഒരു ട്രോജൻ കുതിരയോട് താരതമ്യപ്പെടുത്താം. ഈ BCM7 ഒരു മയക്കുമരുന്നിന്റെ ലഘുരൂപം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ കുടലിന്റെ നാഡീവ്യൂഹത്തെ മയക്കി വെക്കുന്നു. അതുകൊണ്ട് തന്നെ കുടലിലെ സ്വാഭാവിക ചലനം, അതായത് പെരിസ്റ്റാൾസിസ്, മന്ദഗതിയിലാകുന്നു. ഇതുവഴി ഭക്ഷണവും പാലും കുടലിൽ തന്നെ കുടുങ്ങി നിന്ന് ബ്ലോട്ടിംഗ്, ദഹനക്കേട്, വയർ കമ്പിക്കൽ എന്നിവ ഉണ്ടാകുന്നു. കൂടാതെ ഈ BCM7 ഒരു ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട് ആണ്. ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കമുണ്ടാക്കുന്ന ഒരു ഘടകം. ഇത് ആദ്യം ആക്രമിക്കുന്നത് നമ്മുടെ കുടലിനെയാണ്. നമ്മുടെ കുടലിന്റെ ഉൾഭാഗത്ത് മൃദുവായ ഒരു സംരക്ഷണ പാളിയുണ്ട്. ഇത് ശരീരത്തിനാവശ്യമുള്ള നല്ല ഘടകങ്ങളെ മാത്രം രക്തത്തിലേക്ക് കടത്തിവിടുകയും വിഷാംശങ്ങളെ തടഞ്ഞു വെക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ നിത്യേന ഈ A1 പാൽ കുടിക്കുമ്പോൾ ആ BCM7 നിരന്തരമായി കുടലിന്റെ മൃദുവായ പാളിയെ പോറലുകൾ ഏൽപ്പിച്ച് അസ്വസ്ഥമാക്കുകയും കാലക്രമേണ ആ സംരക്ഷണ പാളിയിൽ ചെറിയ ചെറിയ വിള്ളലുകൾ വീഴാൻ തുടങ്ങുകയും ചെയ്യും. ഈ അവസ്ഥയ്ക്കാണ് ലീക്കി ഗട്ട് എന്ന് വിളിക്കുന്നത്. കുടലിൽ വിള്ളൽ വീണാൽ എന്ത് സംഭവിക്കും? ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടങ്ങൾ, ഹാനികരമായ കെമിക്കലുകൾ, ടോക്സിനുകൾ എന്നിവയെല്ലാം ഈ വിള്ളലിലൂടെ നേരിട്ട് രക്തത്തിലേക്ക് കയറാൻ തുടങ്ങും. ഈ അന്യഘടകങ്ങളെ കാണുമ്പോൾ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം ആകെ പരിഭ്രാന്തിയിലാകും. അത് അലാറം അടിക്കാൻ തുടങ്ങും. ഇത് ശരീരത്തിന് ആവശ്യമില്ലാത്ത ശത്രുവാണ്. ഇതിന്റെ ഫലമായാണ് ശരീരം പെട്ടെന്ന് കഫം ഉൽപ്പാദിപ്പിക്കുന്നത്. ശാസ്ത്രീയമായി നോക്കിയാൽ കഫം എന്നത് ഒരു രോഗമല്ല, അത് ശരീരത്തിന്റെ അലാറം സിസ്റ്റമാണ്. ശരീരത്തിന് ദഹിക്കാത്ത അല്ലെങ്കിൽ ശരീരത്തെ അസ്വസ്ഥമാക്കുന്ന ഏതെങ്കിലും അന്യഘടകം അകത്തു ചെന്നാൽ അതിനെ തളച്ചിട്ട് പുറത്താക്കാൻ ശരീരം സ്വയം നിർമ്മിക്കുന്ന ഒരു പ്രകൃതിദത്ത കവചമാണത്. കൂടാതെ വിട്ടുമാറാത്ത ക്ഷീണം, രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, ജോയിന്റ് പെയിൻ, മൂഡ് സ്വിംഗ്, ശ്രദ്ധക്കുറവ് എന്നിവയെല്ലാം ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഈ നിശബ്ദമായ അസ്വസ്ഥതകളുടെ ലക്ഷണങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതികളിലൂടെ പലതരം വിഷാംശങ്ങൾ ദിവസവും നമ്മുടെ ശരീരത്തിനകത്ത് എത്തുന്നുണ്ട്. ഈ വിഷാംശങ്ങളിൽ കാർസിനോജനുകൾ, അതായത് ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളും ഉണ്ടാകും. സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരു കുടൽ ഇവയെ വിസർജ്യങ്ങളിലൂടെ പുറന്തള്ളേണ്ടതാണ്. എന്നാൽ കുടലിൽ വിള്ളലുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ കാർസിനോജനുകൾ ഉൾപ്പെടെയുള്ള വിഷാംശങ്ങൾ നമ്മുടെ രക്തത്തിലേക്ക് നേരിട്ടെത്തുന്നു. ക്യാൻസർ പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല, വർഷങ്ങളായി ശരീരത്തിൽ നടക്കുന്ന ഇത്തരം നിശബ്ദമായ നാശങ്ങളുടെ അവസാനം മാത്രമാണ്. ഇന്ന് ഫാക്ടറികളിൽ പശുക്കൾക്ക് വൻതോതിൽ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകളും ഹോർമോണുകളും പാലിന്റെ ആയുസ് കൂട്ടാൻ ഫാക്ടറികളിൽ ചെയ്യുന്ന അമിത പ്രോസസ്സിങ്ങും കൂടിയാകുമ്പോൾ നമ്മൾ കുടിക്കുന്നത് പ്രകൃതിദത്തമായ പാലല്ല, കെമിക്കലുകൾ നിറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് മാത്രമാണ്. നാടൻ പശുക്കൾക്ക് പ്രകൃത്യാലുള്ള രോഗപ്രതിരോധ ശേഷി കാരണം അവയ്ക്ക് ഇത്തരം ആന്റിബയോട്ടിക്കുകൾ നൽകേണ്ടി വരാറില്ല. പാലിനെ കുറിച്ചുള്ള ഈ ആശയങ്ങൾക്കെല്ലാം ശാസ്ത്രീയ പിന്തുണ നൽകിയ ആദ്യകാല ഗവേഷകരിൽ പ്രധാനിയാണ് ന്യൂസിലാൻഡിലെ ഡോക്ടർ കോറൻ മക്ലാക്ലാൻ. 2001 അദ്ദേഹം നടത്തിയ വിശകലന പഠനത്തിൽ A1 ബീറ്റ കേസീൻ അടങ്ങിയ പാൽ കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ഹൃദ്രോഗവും ടൈപ്പ് 1 ഡയബറ്റീസും കൂടുതലായി കാണുന്നതായി ശ്രദ്ധേയമായ കോറിലേഷൻ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ഗവേഷണം സൂചിപ്പിക്കുന്നത് A1 പാലിൽ നിന്നുണ്ടാകുന്ന BCM7 പോലുള്ള പെപ്റ്റൈഡുകൾ ശരീരത്തിനുള്ളിൽ നിശബ്ദമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്നാണ്.
ഇതേ തുടർന്നാണ് A2 പ്രോട്ടീൻ മാത്രമുള്ള പാലെന്ന ആശയം ലോകത്ത് ശ്രദ്ധ നേടിയത്. 2019 നടന്ന ഒരു ക്ലിനിക്കൽ ട്രയലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കണ്ടെത്തലുണ്ടായി. A1 പാൽ കുടിച്ചവരിൽ വയറ്റിൽ അസ്വസ്ഥത, ബ്ലോട്ടിംഗ്, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കൂടുതലായി കണ്ടു. മുൻപ് ഈ ആളുകൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ആണെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇതേ ആളുകൾക്ക് A2 പാൽ നൽകിയപ്പോൾ ലക്ഷണങ്ങൾ കുറഞ്ഞു. രണ്ടു തരം പാലിലും ലാക്ടോസിന്റെ അളവ് ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. അതിനാൽ പ്രശ്നം ലാക്ടോസ് അല്ല, A1 പ്രോട്ടീനിൽ നിന്നുണ്ടാകുന്ന BCM7 പോലുള്ള ഘടകങ്ങളാണെന്ന് ഈ പഠനം വ്യക്തമാക്കി. ഇനി A2 പാലിന്റെ ഔഷധ ഗുണം എന്താണെന്ന് നോക്കാം. നാടൻ പശുവിന്റെ പാൽ ശുദ്ധ വെളുപ്പല്ല, അതിനൊരു നേരിയ സുവർണ നിറമുണ്ട്. പശുക്കൾ പ്രകൃതിദത്തമായി പുല്ല് തിന്നുമ്പോൾ ലഭിക്കുന്ന ബീറ്റാ കരോട്ടിൻ കാരണമാണ് ഈ നിറം വരുന്നത്. പ്രധാനമായും A2 പാലിൽ കാണപ്പെടുന്ന ഒന്നാണ് CLA, അതായത് കോഞ്ചുഗേറ്റഡ് ലിനോലെയിക് ആസിഡ്. ഇതൊരു പ്രത്യേകതരം ഫാറ്റി ആസിഡാണ്. നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പിനെ അലിയിച്ചു കളയാനും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ പ്രതിരോധിക്കാനും ഈ CLA സഹായിക്കുന്നുവെന്ന് ശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിന്റെയും നാഡീവ്യൂഹങ്ങളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഫോസ്ഫോലിപ്പിഡുകൾ A2 പാലിൽ വലിയ അളവിലുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. omega-3, omega-6 ഫാറ്റി ആസിഡുകളുടെ അനുപാതം. omega-3യെ ശരീരത്തിലെ തീയണയ്ക്കുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറായും omega-6നെ തീ പടർത്തുന്ന ഒന്നായും സങ്കല്പിക്കുക. നമ്മുടെ ശരീരത്തിന് ഇത് രണ്ടും ആവശ്യമാണ്, പക്ഷേ കൃത്യമായ ഒരു അനുപാതത്തിൽ മാത്രം. നാടൻ പശുവിന്റെ പാലിൽ ഇതിന്റെ അനുപാതം 1:1 അല്ലെങ്കിൽ 1:3 എന്ന കണക്കിലാണ്. ഇത് തികച്ചും സന്തുലിതമാണ്. യൂറോപ്യൻ ഹൈബ്രിഡ് പശുക്കളിൽ ഈ അനുപാതം 1:20 വരെ ആകാം. ഇതും ശരീരത്തിൽ നിരന്തരമായ വീക്കം നിലനിൽക്കാൻ കാരണമാകുന്നു. ഇതിൽ നിന്നെല്ലാം നാടൻ പശുക്കളുടെയും അവ തരുന്ന പാലിന്റെയും പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാടൻ പശുക്കളുടെ ചാണകം മണ്ണിലെ ജീവൻ നിലനിർത്തുന്ന വലിയൊരു സൂക്ഷ്മാണു ഫാക്ടറിയാണ്. 1 ഗ്രാം ചാണകത്തിൽ 5000-ലധികം ഉപകാരികളായ സൂക്ഷ്മാണുക്കളുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ തറ മെഴുകാനും ഭിത്തിയിൽ തേക്കാനും ചാണകം ഉപയോഗിച്ചിരുന്നത് വെറുമൊരു നാട്ടു നടപ്പായിരുന്നില്ല. അതിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്നെയും അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും അലട്ടുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും: ഇത്രയും ഗുണങ്ങളുള്ള ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഈ നാടൻ പശുക്കൾ ഇന്ന് എവിടെ പോയി? എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ആഗോള വിരോധാഭാസത്തിൽ ചെന്നുപെട്ടത്? അത് വളരെ സങ്കടകരമായ ഒരു ചരിത്രമാണ്. നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളെടുത്ത ചില തെറ്റായ തീരുമാനങ്ങളുടെ ബാക്കി പത്രമാണത്. നമ്മൾ പാലിന്റെ ഗുണനിലവാരത്തെക്കാൾ ഉപരി അളവിന് മാത്രം പ്രാധാന്യം നൽകാൻ തുടങ്ങി. 1950കളോടെ ലോകത്ത് പാലിന്റെ ആവശ്യകത കൂടിയപ്പോൾ ഡയറി വ്യവസായ ഭീമന്മാർ പാലിന്റെ ഉൽപാദനം അമിതമായി കൂട്ടാൻ തീരുമാനിച്ചു. അതിനായി അവർ പശുക്കളിൽ വൻതോതിൽ ജനിതക മാറ്റങ്ങളും ക്രോസ് ബ്രീഡിങ്ങുകളും നടത്തി. അങ്ങനെയാണ് വിദേശത്തു നിന്നും ബോസ് ടോറസ് ഇനത്തിൽപ്പെട്ട ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, ജേഴ്സി പോലുള്ള ഹൈബ്രിഡ് പശുക്കളെ വൻതോതിൽ വിപണിയിലെത്തിച്ചത്. ഇന്ന് വിപണിയിൽ കിട്ടുന്ന ഭൂരിഭാഗം പാലും ഈ ജനിതക മാറ്റം വന്ന പശുക്കളുടെ A1 പാലാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വേച്ചൂർ പശുക്കളും കാസർഗോഡ് കുള്ളൻ പശുക്കളും ഒരിക്കൽ വംശനാശത്തിന്റെ ഭീഷണിയിൽ വരെ എത്തി. 1989കളിൽ ലോകത്ത് 50-ൽ താഴെ വേച്ചൂർ പശുക്കൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എന്ന് വായിക്കുമ്പോൾ ആ നഷ്ടത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകും. അന്ന് ഡോക്ടർ ശോശാമ ഐപ്പ് എന്ന ദീർഘവീക്ഷണമുള്ള ഒരു ശാസ്ത്രജ്ഞ നടത്തിയ അവിശ്വസനീയമായ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ് ആ 50ഓളം പശുക്കളെ വംശനാശത്തിൽ നിന്നും രക്ഷിച്ചെടുത്തത്. 2005ലെ ഏറ്റവും പുതിയ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 25,000-ലധികമായി വേച്ചൂർ പശുക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കൂടുതൽ പാൽ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ സ്വന്തം നാടൻ പശുക്കളെ തെരുവിൽ ഉപേക്ഷിച്ചപ്പോൾ ബ്രസീൽ എന്ന രാജ്യം വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. അവർ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സ്വന്തം ഗിറിനം പശുക്കളെ കൊണ്ടുപോയി വലിയൊരു A2 ഡയറി വ്യവസായം കെട്ടിപ്പടുത്തിയിരിക്കുന്നു. നമ്മൾ വിലയില്ലാത്തത് എന്ന് കരുതി വലിച്ചെറിഞ്ഞതിനെ അവർ പൊന്നാക്കി മാറ്റി എന്ന് പറയുന്നതാണ് ശരി. ഈ ഹൈബ്രിഡ് പശുക്കളെ നോക്കുകയാണെങ്കിൽ അവയ്ക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവയ്ക്ക് ധാരാളം മരുന്നുകൾ വേണം, പ്രത്യേക പരിചരണം വേണം. വെറും 5-7 വർഷമാണ് അവയുടെ ആയുസ്. ഇതിനെല്ലാം പകരമായി നമുക്കുണ്ടായിരുന്നത് എന്താണ്? 15 വർഷത്തിലധികം ആയുസ്സുള്ള, ഏത് കടുത്ത വെയിലത്ത് നടന്നും മേയാൻ കഴിയുന്ന, രോഗപ്രതിരോധ ശേഷിയുള്ള നമ്മുടെ സ്വന്തം നാടൻ പശുക്കൾ. പാല് കൂടുതൽ കിട്ടുമെന്ന ഒരൊറ്റ കാരണത്താൽ നമ്മൾ ആ പാലിന്റെ ഉള്ളിലെ തന്മാത്ര ഘടനയോ അതുകൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും പരിഗണിച്ചതേയില്ല. പ്രകൃതി 10,000-കണക്കിന് വർഷങ്ങളെടുത്താണ് ഒരു ജീവിയെ അതിന്റെ ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടുത്തുന്നത്. നമ്മൾ ലാബുകളിൽ പോയി അതിനെ ഒറ്റയടിക്ക് മാറ്റി എഴുതുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം. നാം കഴിക്കുന്ന
കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ ഉദ്ഭവം എവിടെ നിന്നാണ്, അതിൽ എന്തൊക്കെ സൂക്ഷ്മ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുന്നത് കൂടുതൽ ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവയ്പ്പാണ്. നിങ്ങൾ ഇതൊന്ന് ഗൗരവമായി ചിന്തിച്ചു നോക്കൂ. പശുവിൻ്റെ പാലിലെ 250 അമിനോ ആസിഡുകളുടെ ആ വലിയ ചങ്ങലയിൽ വെറും ഒരെണ്ണത്തിൻ്റെ സ്ഥാനത്ത് വന്ന ഒരു ചെറിയ മാറ്റം മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയിലും പ്രതിരോധ ശേഷിയിലും ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ഇന്ന് ലാബുകളിൽ ജനിതക മാറ്റം വരുത്തിയും ലാഭത്തിനു വേണ്ടി മാത്രം ക്രോസ് ബ്രീഡിംഗ് നടത്തിയും നിർമ്മിച്ചെടുക്കുന്ന മറ്റു പല ഭക്ഷണ സാധനങ്ങളും നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നാം അറിയാതെ തന്നെ എങ്ങനെയാകും മാറ്റിയെഴുതുന്നുണ്ടാവുക? ഇന്ന് നാം കഴിക്കുന്ന മിക്ക ഭക്ഷണ സാധനങ്ങളിലും ശരീരത്തെ ഹാനികരമായ രീതിയിൽ ബാധിക്കുന്ന പലതരം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവയിൽ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷണം നല്ലതല്ല എന്നറിഞ്ഞാൽ അത് കുറച്ചു കാലത്തേക്ക് ഒഴിവാക്കി നോക്കുക. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. അല്ല, ശാസ്ത്രം ഇതിനെല്ലാം ഒരു തെളിവ് നൽകും എന്ന് കാത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയുമാകാം. ഈ അറിവുകൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.